നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിനെ ചൊല്ലി മന്ത്രിസഭയിലും ഇടതുമുന്നണിയിലും വിവാദം ആളിക്കത്തുമ്പോൾ ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റാൻ സമ്മർദ്ദം ശക്തമാക്കി CPM ഇടുക്കി നേതൃത്വം. വൈദ്യുത മന്ത്രി M.M. മണിയാണ് നീക്കത്തിന് പിന്നിലെന്നാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീറാമിനെ മാറ്റാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അനുകൂലമാണെന്നും സൂചനയുണ്ട്. ഇടുക്കി ഘടകത്തിനൊപ്പം ഈ വിഷയത്തിൽ നിൽക്കാനാണത്രേ മുഖ്യമന്ത്രിയുടെ തീരുമാനം. ഇതോടെ ശ്രീറാമിന് സ്ഥാനം നഷ്ടമാകാനുള്ള സാധ്യത ഏറെയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ CPIയും റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരനും രംഗത്തുണ്ട്. റവന്യൂ വകുപ്പിലെ ആരെയും മാറ്റാൻ അനുവദിക്കില്ലെന്നാണ് മന്ത്രിയുടെ നിലപാട്. എന്നാൽ IASകാരനായ ശ്രീറാം വെങ്കിട്ടരാമൻ മുഖ്യമന്ത്രിക്ക് കീഴിലെ ഉദ്യോഗസ്ഥനാണെന്നും അയാൾ എവിടെ ജോലി ചെയ്യണമെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നും CPMും പറയുന്നു. അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുന്നുവെന്ന പേരിൽ ഇടുക്കി ജില്ലാ കളക്ടർ GR ഗോകുലും സബ് കളക്ടർ V. ശ്രീറാമും ചെയ്യുന്നത് തെമ്മാടിത്തരമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ നേരത്തെ പ്രതികരിച്ചു. 100 പോലീസുകാരെ വിളിച്ചുകൊണ്ടുവന്ന് ഒഴിപ്പിക്കൽ നടത്തുന്നത് ശരിയല്ല. ദുഃഖവെള്ളിയാഴ്ച പ്രാർത്ഥിക്കാൻ സ്ഥാപിച്ച കുരിശാണ് പൊളിച്ചുമാറ്റിയത്. സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നില്ല. സർക്കാരിനെതിരെ ജനങ്ങളെ തിരിച്ചുവിടുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. സബ് കളക്ടറും മാധ്യമങ്ങളും ഭരണം കയ്യേറാമെന്ന് കരുതേണ്ടെന്നും ജയചന്ദ്രൻ പറഞ്ഞിരുന്നു. സബ് കളക്ടർക്കെതിരായ നടപടി അനിവാര്യമാണെന്ന സൂചനയാണ് ഈ വാക്കുകളിലൂടെ ജയചന്ദ്രൻ നൽകിയത്. കുരിശു തകർത്ത് കയ്യേറ്റം ഒഴിപ്പിച്ചതിൽ അതൃപ്തി പരസ്യമാക്കിയ മുഖ്യമന്ത്രി റവന്യൂ വകുപ്പിനെതിരെ രംഗത്തു വന്നിരുന്നു. പക്ഷേ ജനപിന്തുണയുള്ള ശ്രീറാം വെങ്കിട്ടരാമനെ അത്ര പെട്ടെന്ന് മാറ്റാൻ CPM തയ്യാറാകുമോ എന്നത് കാത്തിരുന്നു തന്നെ കാണണം. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.